കടലുണ്ടിയുള്ള കടലൂർ ലൈറ്റ് ഹൗസ് അല്ലെങ്കിൽ തിക്കോട് ലൈറ്റ് ഹൗസിനടുത്താണ് നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1909 ലൈറ്റ് ഹൗസ് ഇവിടെ സ്ഥാപിതമാകുന്നത്. 1906-7 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ പണി ഇവിടെ നടന്നത്. വിളക്കുമര അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് 1909 തന്നെ ചാൾസ് ബ്രദേഴ്സ് ഫ്രം ബർമിംഗ്ഹാം ആണ് ഈ ഒരു ലൈറ്റ് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് പറയുന്നത്. 1995 വരെ ആ ലൈറ്റ് ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഈ ലൈറ്റ് റീപ്ലേസ് ചെയ്തത്. ഈ കടൽ തീരത്ത് നിന്ന് 10 കിലോമീറ്റർ അകത്തുള്ള വെള്ളിയങ്കല്ല് എന്ന പാറക്കെട്ടുകളെ പറ്റി മുൻകരുതൽ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി നാവികർക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കാനാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് ഇവിടെ ഉള്ളത്. ഇതിന് ഏകദേശം 34 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാൻ സർക്കുലർ ആണ്. ഇത് വൈറ്റും ബ്ലാക്കും പെയിൻറ് കൊണ്ടാണ് ഒരു പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 74 കിലോമീറ്റർ ഇതിൻ്റെ ലൈറ്റ് പുറംകടലിൽ ചെല്ലുന്നതാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ലൈറ്റ് ഏകദേശം 5 സെക്കൻഡ് ഓൺ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ടൈമും ദൂരവും വളരെ അധികമാണ് കമ്പയർ ടു അതർ ലൈറ്റ് ഹൗസസ്. ഇപ്പോൾ കേരളത്തിൽ 2 ലൈറ്റ് ഹൗസസ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിലൊന്നാണ് കടലൂരിലെ ഈ ലൈറ്റ് ഹൗസ്. കണ്ണൂർ കോഴിക്കോട് ഹൈവേയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഈ പറഞ്ഞ കടലൂർ ലൈറ്റ് ഹൗസിലേക്കുള്ളൂ. കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ 9 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ചാൾസ് ബ്രദേഴ്സ് 1909 ഒരു മെഷീൻ ഉണ്ടാക്കി നൽകി ഇതിൻ്റെ പ്രകാശ സംവിധാനങ്ങൾക്ക് വേണ്ടി. 1995 അവർ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻകാൻഡിസെൻ്റ് ലാമ്പ് കേടുവന്നു. അതിനുശേഷം മെറ്റൽ ഹാലൈറ്റ് ബൾബുകളാണ് ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്ഥലം ഏകദേശം 85 ഏക്കറിലാണ് കിടക്കുന്നത്. അന്ന് 1900s 50 രൂപ പെർ ഏക്കറിന് വില കൊടുത്തിട്ടാണ് അവർ ഈ ഒരു സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അന്നത്തെ പൈസ ആയിരിക്കാം, എത്രയാണ് അതിൻ്റെ വാല്യൂ ഇപ്പോൾ എന്നറിയില്ല. എന്തായാലും ബിൽഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇത് കറക്റ്റ് ഒരു സിൽടെക്റ്റിക് ഫോമായിട്ട് നമുക്ക് തോന്നും പുറത്ത് നോക്കും. പക്ഷേ ഇത് ആക്ച്വലി താഴത്ത് നോക്കാൻ ഒരു കേവ് ആയിട്ടാണ് പോകുന്നത്. അത് മുകളിലേക്ക് പോകുന്നതോറും അതിന് വശങ്ങളിൽ ചേർന്ന് ഉള്ളോട്ട് പോകും. മുകളിലേക്ക് ആകുമ്പോൾ ഒരു 1/3 മുതൽ സിലിണ്ടറിക് ഫോമായിട്ട് മാറുന്നുള്ളൂ. അത് അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. 34 മീറ്റർ ഈ സ്പൈറൽ സ്റ്റെയർകേസ് വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. ആൾക്കാർക്ക് ഓൾറെഡി മുകളിലുണ്ട്. ഏകദേശം 80 സെൻറ്റിമീറ്റർ ഈ ഒരു സ്റ്റെയർകേസിന് വിഡ്ത്ത് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അടിയിൽ നിന്നുള്ള സർവീസ് വയർസ് എല്ലാം മുകളിലോട്ട് പോകുന്നത്. നമ്മൾ ഏകദേശം 3/4 ടോപ്പിലെത്താനായി. കാരണം നമ്മളിപ്പോൾ ഏകദേശം കയറി പകുതി എത്തി. ഇപ്പം എൻ്റെ സൗണ്ടിൽ ഈ എക്കോ നമുക്ക് കേൾക്കുന്നുണ്ടാവും. അത് ഈ സ്പേസിനകത്തുള്ള എക്കോ ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 4 അടി വിടുത്താണ് ഈ ഒരു ടവറിൻ്റെ ഔട്ടർ വാൾസ് ഉള്ളതെന്നുള്ളതാണ് നിങ്ങൾക്കത് ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഏകദേശം 120 വർഷങ്ങളായിട്ട് ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നം കൂടാതെ അത് ഈ ഒരു തിക്നെസ് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കരിങ്കല്ല് കൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടയർ വരുമ്പോൾ ടോപ്പിലെത്തി നിങ്ങൾ ഈ ഒരു ഡെക്കിലോട്ട് കയറാൻ പോകുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഡിജിറ്റൽ കൺട്രോൾസ് ഒക്കെ, ബാറ്ററി ബാക്കപ്പ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ ഈ മുകളിലോട്ട് പോകുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ മുകളിലോട്ട് കയറും. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു വുഡൻ സ്റ്റെയർ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ലാസ്റ്റ് മെർക്കുറി ക്ലീൻഡ് ഓൺ 10/9/2022. ഏകദേശം 118 കിലോ മെർക്കുറി ഈ പൂർണ്ണ മെഷീൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ആ മുകളിൽ കാണുന്നതാണ് ലൈറ്റും ലെൻസും. അതുവഴിയാണ് ഇവർ ലൈറ്റ് ഈ പറഞ്ഞ 74 കിലോമീറ്ററോളം പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഏകദേശം 5 സെക്കൻഡോളാണ് ഈ ലൈറ്റിൻ്റെ ലെങ്ത്. അപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും മുകളിലത്തെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ടവറിൻ്റെ ഏറ്റവും മുകളിലത്തെ. ഏകദേശം 32 മീറ്ററോളം നമ്മൾ കയറിയിട്ടുണ്ടാവും. നമുക്ക് വ്യൂ കാണാൻ കഴിയും. അവിടെയാണ് തിക്കോടിയിലെ ഡ്രൈവിംഗ് ബീച്ച് എന്നാണ് പറയുന്നത്. ഈ ലൈറ്റ് ഹൗസിന് വേണ്ട മെയിൻ്റനൻസ്
ലാൻഡിങ്സിന് വേണ്ട ഉപകരണങ്ങൾ അയക്കണമല്ലോ. ഇവിടെ കുറേ ബ്രാസ് മർക്കർ, കുറേ സ്പെയർ പാർട്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾക്കത് കയറുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ പറ്റും. മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഞങ്ങൾ ആ സ്റ്റെപ്പിന് ഇറങ്ങിക്കൊണ്ട് എനിക്ക് സ്റ്റെപ്പിൻ്റെ രീതി മനസ്സിലാവുകയായിരുന്നു. കുറച്ചൊരു 30 സ്റ്റെപ്പോളം കഴിഞ്ഞ് ലാൻഡിങ് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു മിനിറ്റ് ലാൻഡിങ്, പിന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്, പിന്നെ ഈ ലാൻഡിങ് കാണാൻ പറ്റും. കുറച്ച് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെയാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.